ഇന്ന് അല്പസമയം വചനം സംസാരിക്കുന്നതിന് പ്രിയ കൃഷ്ണയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്പസമയം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പാസ്റ്റർമാർക്കും വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. കല്ലുമല സഭയ്ക്ക് വേണ്ടിയും അതിന്റെ ശുശ്രൂഷകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിരന്തരമായിട്ട് ശുശ്രൂഷകൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുതല് നിങ്ങളോടൊപ്പം ശുശ്രൂഷകൾ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ഒരു പദവിയായി നിൽക്കുന്ന ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് 2015 And 2016, whole 2016 I prayed to God. 2016 മുതൽ ശേഷമായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. And 2017 I went to Bible College. 2017 ബൈബിൾ കോളേജിൽ കടന്നുപോയി. And I finished 3 years of course. അവിടെ 3 വർഷത്തെ എന്റെ കോഴ്സ് പൂർത്തീകരിച്ചു. And after coming, I was stuck in COVID, the pandemic. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പാൻഡമിക് കൊണ്ട് ഞാൻ അവിടെ സ്റ്റക്കായി പോയി. Then I came to Trivandrum and got married to Rhoda. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നു. അങ്ങനെ രോധയെ വിവാഹം കഴിച്ചു. Then I worked in a company here nearby. അതിനുശേഷമാണ് ഇതിനടുത്തൊരു കമ്പനിയിൽ ജോലി ചെയ്തു. And also I was serving in this church. I used to clean this church. I used to do everything. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഈ സഭയിൽ വന്ന് ശുശ്രൂഷിക്കുവാനും സഭ ക്ലീൻ ചെയ്യാനും ബാക്കി ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും ദൈവം കൃപ നൽകി. I count it as a privilege for me to work in God's. ദൈവത്തിന്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്നത് സേവനം ചെയ്യുന്നത് ഒരു വലിയ പദവിയാക്കി ഞാൻ മനസ്സിലാക്കി. Any work, maybe you have to put a chair or anything it's for God. ഏത് ശുശ്രൂഷകളും ഒരു ദൈവനാമത്തിന് വേണ്ടി ഒരു ചെയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കാം, ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, എല്ലാം ഒരു നല്ല ശുശ്രൂഷയായി ഞാൻ കണക്കാക്കി. And then God took me to Malappuram. അതിനുശേഷമായി ദൈവം എന്നെ മലപ്പുറത്തിലേക്ക് കൊണ്ടുപോയി. And I was teaching in a Bible college there. അവിടെ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ അവസരം നൽകി. And along with that Bible college, along with the teaching, I used to go out and do evangelism among Muslims. പഠിപ്പിക്കുമ്പോൾ തന്നെ വെളിയിൽ പോയി മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷവേല ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. And 1 year 5 months we worked there. ഒരു വർഷവും 5 മാസം അവിടെ പ്രവർത്തിച്ചു. I, along with Rhoda, she used to help me in financially, and I also used to. We both were together. ഞാനും രോധയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിച്ചു. രോധ എന്നെ സാമ്പത്തികമായി സഹായിച്ചു, ഞാൻ ഇങ്ങനെയും ശുശ്രൂഷിച്ചു. And times I left my job, so she has to support. ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചതുകൊണ്ട് എന്റെ ഭാര്യ രോധ എന്നെ സാമ്പത്തികമായി സഹായിക്കേണ്ടതായിട്ട് വന്നു. Then after that we moved from Malappuram according to God's direction. We moved to Delhi. മലപ്പുറത്ത് നിന്ന് ദൈവത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. And then after for being in Delhi for 4 months, we are here now. ഡൽഹിയിൽ കടന്നുപോയതിനു ശേഷം 4 മാസത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. Why I am saying this is my ministry experience very very little as compared to you all. കാരണം എന്റേതായ വിഷയങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. I am very small. I am just a small guy, small child guy. ഞാൻ ഒരു ചെറിയ ആത്മീയ വിഷയത്തിൽ ഒരു ശിശുവായിട്ട് തന്നെ ഇരിക്കുന്നു. But Jesus says, you have hidden this from the wise and you have revealed this word to the child like me. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ഇത് പിതാവേ ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ മറച്ച് ശിശുക്കളായ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. So when before Christ maybe I may not be experienced, but Christ values me. യേശു ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നും അല്ലായിരുന്നു. യേശുവിൽ വന്നതിന് ശേഷം കർത്താവ് എനിക്ക് വില കൽപ്പിച്ചിരിക്കുന്നു. Christ values me just as any other person, any other pastor, any other rich, any other pastor was got lot of experience. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കർത്താവിൽ ഞാൻ മുതൽ മറ്റുള്ളവരെ പോലെ തന്നെ ദൈവം എനിക്കും ഒരു വില കൽപ്പിച്ചിരിക്കുകയാണ്. So let's turn to the word today. നമുക്ക് അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നോക്കാം. 1 Samuel chapter 3. 1 ശമൂവേൽ 3-ാം അധ്യായം verse 1 to
അതിന്റെ വാക്യം 1 മുതൽ 3 വരെ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെട്ടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. Okay. So we read at the time Samuel started his ministry in tabernacle. ശമൂവേൽ ദൈവത്തിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് And what Samuel might have done, he might have done the same thing which I done at the beginning. ശമൂവേലും എന്നെ പോലെ തന്നെ ദൈവത്തിന്റെ കൂടാരത്തിൽ ഇങ്ങനെയുള്ളത് തന്നെ പണികൾ He ചെയ്യുക. might have done menial jobs, right? അവൻ വളരെ ചെറിയ ജോലികളായിരിക്കും ചെയ്തിരുന്നത്. It was at that time tabernacle was at a place called Shiloh. ആ സമയത്ത് യഹോവയുടെ പെട്ടകം ശീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. And it is Samuel is the most important book because the transition is from God is the king and now the Israel wants a new king, a human king. ശമൂവേലിന്റെ പുസ്തകം വളരെ നിർണായകമായ ഒരു പുസ്തകമാണ്. കാരണം അതുവരെ ദൈവമായിരുന്നു ഇസ്രായേലിലെ രാജാവ്. അതിനുശേഷം ഇസ്രായേൽ ചോദിച്ച് മനുഷ്യരായ ഒരാളെ രാജാവായി വാങ്ങി. And in this crucial place, Samuel is been placed in the middle of the God's king and human king. In the middle, Samuel has been placed. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ദൈവം രാജാവായ ആ യുഗത്തിനും മനുഷ്യർ രാജാവായ യുഗത്തിനും ഇടയിൽ മധ്യസ്ഥനായി വന്ന ഒരു വ്യക്തിയാണ് ശമൂവേൽ പ്രവാചകൻ. And he has been placed to minister in the tabernacle. അവൻ യഹോവയുടെ കൂടാരത്തിൽ ശുശ്രൂഷിക്കേണ്ടതിനായി വിളിക്കപ്പെട്ടു. And he was ministering under the guidance of Eli. അവൻ ഏലിയുടെ ചുമതലയിലാണ് താങ്കൾ ശുശ്രൂഷ ചെയ്തത്. So today my topic is Eli's blindness and God's kindness. എന്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഏലിയുടെ അന്ധതയും ദൈവത്തിന്റെ ദയയും. Okay. So we see that in verse 2. അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. So it says that Eli is he can rarely see. That's what Bible says. He can rarely see. He is almost blind. ഏലിയുടെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു എന്ന് മലയാളത്തിൽ വായിക്കുന്നത്. Means almost blind. Began to fade. It began to fade. He cannot see properly. അവന്റെ കണ്ണ് മങ്ങി തുടങ്ങി. അവന് ശരിയായ രീതിയിൽ കാഴ്ചപ്പാടില്ല. What does it mean that Eli became blind? Why does Holy Spirit write has written this word? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്? So I like to show 3 instances where Eli became blind. ഞാൻ 3 സംഭവങ്ങളെ ഏലി അന്ധനായതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറയാം. And the first, these all instances is like a circle. ഇത് 3 ഒരു concentric circle. ഇത് ഒരു 3 വൃത്തം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The outer layer of അതിന്റെ the ഏറ്റവും പുറത്തുള്ള വൃത്തം we see First Samuel chapter 1 verse 12. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. The first instance is a woman has come to the tabernacle and she is praying. അതിന്റെ ഒന്നാമത്തെ സംഭവം യഹോവയുടെ ആലയത്തില് ഒരു സ്ത്രീ വന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. She's been taunted by a rivalry and she's been put down in her family because she's barren. കാരണം അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് തലമുറയില്ല, അവൾ മച്ചയായിരുന്നു. But Eli saw her and he says, "You are drunken." ഏലി അവളെ കാണുന്നത് മദ്യപിച്ച ഒരു സ്ത്രീ ആയിട്ടാണ്. A shepherd should know what my sheep wants. ഒരു യഥാർത്ഥ ഇടയൻ മനസ്സിലാവും തന്റെ കൂടെയുള്ള തന്റെ ആടുകൾക്ക് എന്താ ആവശ്യമാണ്. Eli
is a shepherd and he failed to understand what the sheep really needs. ഏലി ഒരു ഇടയനായി നാം ചിത്രീകരിച്ചാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച ആ സ്ത്രീയുടെ ആവശ്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. So Eli is an experienced person. He is a very experienced person. ഏലി വളരെ അനുഭവ ജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ്. He knows how God speaks. He knows how to begin the conversation. He knows how to continue the conversation. He knows everything. അവൻ ദൈവത്തെക്കുറിച്ചും ദൈവിക വിഷയങ്ങളെ കുറിച്ചും എല്ലാം ഭംഗിയായിട്ട് അറിയാവുന്ന അനുഭവസ്ഥനാണ്. He is from the tribe of Levi. അവൻ ലേവി കുടുംബഗോത്രക്കാരനാണ്. From the childhood, he has been witnessing everything which has been done in the tabernacle. ആ ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവന്റെ ബാല്യം മുതൽ അവൻ അറിയാം. So sometimes familiarity leads us to negligence. മിക്കപ്പോഴും ഈ പരിചയം നമ്മെ വിഷയങ്ങളെ ഇഗ്നോർ ചെയ്യുവാൻ, അതിനെ അവഗണിക്കുവാൻ തക്കോണം നമ്മെ കൊണ്ടുചെന്നെത്തി. I have gone through these things. ഇപ്രകാരം അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. Because I, as a pastor's son, we experience a lot of things, right? And I have gone through that. When I see a lot of things, it becomes normal to me. ഞാൻ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ച വ്യക്തിയായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. So the person doesn't know what his sheep needs. യഥാർത്ഥത്തിൽ ആടിന് ആവശ്യം എന്താണെന്ന് ആ ഇടയന് മനസ്സിലാക്കാൻ In Ezekiel 34 we see God rebukes the shepherds because the shepherds they exploited the sheep. എസെക്കിയേൽ 34 അവിടെ ഇടയന്മാരെ ദൈവം ശാസിക്കുന്നത് കാണാം. കാരണം അവർ ചെയ്യുന്നത് ആടുകളുടെ ആവശ്യം അറിയാതെ അവരുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇടയന്മാരെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. In First Peter chapter 5 we see Peter saying to shepherd, do not serve the shepherd for money, but serve the sheep for sheep genuinely. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ആടുകളെ മേയ്ക്കേണ്ടത് നമ്മുടെ കാര്യസാധ്യത്തിനോ പണത്തിനോ ആയിട്ടല്ല, അവരുടെ ആ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. So first concentric circle is he doesn't know what his sheep needs. ഒന്നാമത്തെ വിഷയം ആ സർക്കിളിലെ വൃത്തത്തിൽ ഒന്നാമത്തെ വിഷയം കാണാൻ കഴിയുന്നത് ആടിന് ആവശ്യമുള്ളത് കാണുവാൻ കഴിയാത്ത അന്ധതയാണ്. So in a ministry, the first outside what we see is when a sheep goes astray and we don't care about it, it is evident to everyone, right? ഒരു ആട് തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള പ്രശ്നം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. And now the next concentric circle, we are going inside. രണ്ടാമത്തെ വൃത്തം എന്ന് പറയുന്നത് chapter 2 verse 2-ാം അധ്യായം 22. അതിൽ 22-ാമത്തെ വാക്യം. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്ത സ്ത്രീകളോട് കൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. Okay. The second thing is his family is going worse. രണ്ടാമത്തെ കാര്യം, അവന്റെ കുടുംബം വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. His sons are abusing the women who are coming to the tabernacle. അവന്റെ പുത്രന്മാര് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന വിഷയം കാണുന്നു. And they are taking the offerings and they are misusing the offerings. ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നത് പോലും അവർ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു. So second thing is he missed out his family. He missed out to bring his children up in the right way. രണ്ടാമത്തെ അവന്റെ അന്ധത അവന്റെ കുടുംബത്തെ നേരായി നയിക്കുവാൻ, നടത്തുവാൻ, വളർത്തുവാൻ അവന്റെ In 1 Timothy chapter 3 we find a characteristic of a servant of God. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ ദൈവദാസന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. And there's nowhere written that the servant of God should be trained in Bible college. There's nothing written about this. ദൈവദാസന്മാർ ബൈബിൾ കോളേജിൽ പഠിച്ച അഭ്യസിക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. There is not written that the servant of God should preach very astoundingly.
അവിടെ എഴുതി വെച്ചിട്ടുള്ള ദൈവദാസന്മാർ വളരെ ശക്തമായി പ്രസംഗിക്കുന്നവരാകണമെന്നും എഴുതി വെച്ചിട്ടില്ല. It is not written the servant of God should be eloquent in speech. The servant of God, it is not nothing is mentioned. ദൈവദാസന്മാർ പ്രസംഗത്തിൽ വളരെ പ്രസംഗമായ ശിഷ്യമുള്ളവരാകണമെന്നും ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. What is written is the servants of God's character and his family. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ദൈവദാസന്റെ അവന്റെ സ്വഭാവവും അവന്റെ കുടുംബം എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. The second concept itself, Eli missed his family. രണ്ടാമത്തെ ആ സർക്കിൾ എന്ന് പറയുന്നത് കുടുംബമാണ്. അതും ഏലി മിസ് ചെയ്തു. And why has this happened? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? Because there's something in secret. കാരണം ചില രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. Eli goes to a place where no one goes. ഏലി കടന്നു പോകുന്ന സ്ഥലത്ത് മറ്റാരും കടന്നു പോകുന്നില്ല. There's a full camp of Israel around. ഇസ്രായേൽ ജനം മുഴുവനും ചുറ്റുമുണ്ട്. And only the high priest can go into the tabernacle. അവിടെ മഹാപുരോഹിതന് മാത്രമേ കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. Only he goes into the tabernacle and other Levites who are assigned to work there. മറ്റു ബാക്കി ആളുകളൊക്കെ അവിടെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം അവരെ നിയമിച്ചിരിക്കുന്നെങ്കിലും മഹാപുരോഹിതന് മാത്രമേ സ്ഥലത്ത് കടന്നു ചെല്ലാൻ കഴിയൂ. He goes into the tent. He serves the people, serves in the tent, and once in a year he goes into the most holy place. അവൻ വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തും കടന്നു പോകുന്ന ഏക വ്യക്തിയാണ് ഏലി. And if you see verse 3, അതിന്റെ മൂന്നാമത്തെ വാക്യം Chapter 3 verse 3. മൂന്നാമത്തെ അധ്യായം 3-ാം വാക്യം നോക്കുമ്പോൾ ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. So we can see that the lamp is going to അവിടെ കാണുന്ന വിളക്ക് കെട്ടുപോകാൻ തുടങ്ങിയാണ്. in tabernacle there's a lamp. ദൈവത്തിന്റെ കൂടാരത്തിൽ സമാഗമന കൂടാരത്തിൽ ഒരു വിളക്കുണ്ട്. When we enter into a tabernacle, there's a lamp. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വിളക്കുണ്ട്. Opposite side there's presence of bread. അവിടെ അപ്പുറത്ത് കാഴ്ചയപ്പമുണ്ട്. And there's a veil. അവിടെ ഒരു തിരശീലയുണ്ട്. And inside that there is ark of covenant. അവിടെ അതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകമുണ്ട്. And no one can go inside the ark of covenant. ആ നിയമപ്പെട്ടകം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും കടന്നു പോകാൻ And no one can also go into the more holy place. ആ വിശുദ്ധ സ്ഥലത്ത് പോലും ആർക്കും കടന്നു പോകാൻ കഴിയില്ല. Only Eli can go. ഏലിക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ. And now Samuel is with Eli. ഇപ്പോൾ ശമൂവേൽ ബാലൻ ഏലിയുടെ കൂടെയാണ്. And when God has already commanded that the lamp should never extinguish. ദൈവം മുന്നമേ കൽപ്പന കൊടുത്തിരുന്നതാണ് ഈ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. If you read Leviticus chapter 23, it seems I'm ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. I'm not sure, but in 23 it seems that God has commanded that the lamp should never go out. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വിളക്ക് അവിടെ ആലയത്തിന്റെ മുമ്പിലുള്ള ആ വിളക്ക് നിലവിളക്ക് ഒരിക്കലും കിട്ടുപോകാൻ പാടില്ല. The tabernacle is a four layered covering. ഈ സമാഗമന കൂടാരത്തിന് 4 തരത്തിലുള്ള മറശ്ശീലകളുണ്ട്. It's 4 layer covering. So if you enter the tabernacle, there's utter darkness. There's no window. There's nothing. അതിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അല്പം പോലും വെളിച്ചം, വെളിയിലുള്ള അന്യ വെളിച്ചം അതിനകത്തില്ല. There's only this lamp which gives light. അവിടെയുള്ള വെളിച്ചം കൊടുക്കുന്ന ഏക വസ്തു എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന ആ നിലവിളക്കാണ്. And if this light goes out, we cannot see the bread which is present here. അവിടെ ഈ കത്തിക്കപ്പെട്ട വിളക്കിന്റെ വെളിച്ചം ഇല്ലാതെ പോയാൽ അവിടെ ഇരിക്കുന്ന കാഴ്ചയപ്പമോ അവിടെയുള്ള ഒരു വസ്തു ആർക്കും കാണുവാൻ കഴിയുകയില്ല. And see the condition, the lamp is going down. ഇപ്പോഴത്തെ അവസ്ഥ ഈ വിളക്ക് കെട്ടുകൊണ്ടിരിക്കുകയാണ്. And the bread is rarely visible. അവിടെ വെച്ചിരിക്കുന്ന കാഴ്ചയപ്പം ഭംഗിയായി കാണുവാൻ കഴിയാതെ അത് അന്ധതയിലിരിക്കുന്നു. So what does it signify? ഇതിന്റെ അർത്ഥം എന്താണ്? The word of God which is dimming in our eyes. അതിന്റെ അർത്ഥം ദൈവവചനം നമ്മുടെ ദൃഷ്ടിയിൽ മങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. Today the need is
not any miracle, not any sign, but the word of God should be preached. ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല, ഒരു അടയാളമല്ല. ഇന്നത്തെ ആവശ്യം നമ്മുടെ വിളക്ക് കത്തുക. And if the lamp burns, we can see the word of God. ദൈവത്തിന്റെ ഈ വിളക്ക് കത്തുകയാണെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനെ കാണുവാൻ കഴിയും. If the lamp fades away, we cannot see the word of God. ഈ വിളക്ക് കെട്ടുപോവുകയാണെങ്കിൽ ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. So Eli missed the word of God. ഏലി ഈ മൂന്നാമത്തെ വിഷയമായ ദൈവവചനത്തിലും തനിക്ക് ദൃശ്യത നഷ്ടപ്പെട്ടു. So if I find in this place, if I find myself in this place, ഞാൻ തന്നെ അവിടെ ഉണ്ടായിരിക്കുമെങ്കിൽ it's very bad condition, right? വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. See how is one is affecting the word of God did. The children got polluted, and the church got polluted. അവിടെ കാണുന്നത് ദൈവവചനത്തിന് ദൃശ്യതയില്ല, മക്കൾ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആകെപ്പാടെ പൊതു സഭയും മോശമായി കൊണ്ടിരിക്കുകയാണ്. But my topic is what? Eli's blindness and God's kindness, right? എന്റെ വിഷയം എന്ന് പറയുന്നത് ഏലിയാവിന്റെ അന്ധതയും ദൈവത്തിന്റെ ദയവും. Still God is kind towards Eli. ദൈവം ഹല്ലേലൂയ അവനോട് കരുണ കാണിക്കുക. See how many times God spoke to Eli. ദൈവം എത്ര പ്രാവശ്യം ഏലിയോട് സംസാരിച്ചു. See verse 1 verse 22. Could you read it again? അതിന്റെ 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവനെ 2 verse 22. 2-ാം അധ്യായം 22-ാം വാക്യം. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. So he heard what his sons are doing. അവൻ കേട്ടു എന്താണ് അവന്റെ മക്കൾ ചെയ്യുന്നത്. He gets a report from people. ആളുകളുടെ പക്കൽ നിന്ന് അവൻ അവരെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. God tried to inform Eli once. ദൈവം ഏലിയോട് ഒരു കാര്യം അറിയിപ്പാൻ ആഗ്രഹിച്ചു. And again in verse 27. 27-ാമത്തെ വാക്യത്തിൽ അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ പൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ത്. So second time God spoke to a man of God. രണ്ടാമത് ദൈവം ഈ ദൈവദാസനോട് സംസാരിക്കുകയാണ്. He sent a prophet to him and speaking to ഒരു him. പ്രവാചകനെ ഏലിയുടെ അടുക്കൽ അയച്ച് ദൈവം ഏലിയോട് സംസാരിക്കുന്നു. And lastly അവൻ അവസാനമായി പറയുകയാണ്, God speaks through this small boy Samuel. അതിനും അവസാനമായി ഈ ശമൂവേൽ ബാലനിലൂടെ ദൈവം അവരോട് സംസാരിച്ചു. 3 verse 18. അതിന്റെ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാറെ അവൻ യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. What God intended to do to Eli, God had told to Samuel, and Samuel has said to Eli, and now he said, no, God, if God wills, God can do anything. അവൻ ഇവിടെ കാണുന്നത് ദൈവം ഏലിയോട് പ്രവാചകനോട് സംസാരിച്ചു, ശമൂവേലിനോട് സംസാരിച്ചു. അപ്പോൾ അവസാനമായി ഏലി പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് പറഞ്ഞ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. But still, if you read further, verse 19. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. So Samuel has grown. First time God spoke when Samuel was 4 years old, a small boy. Now Samuel has been grown, right? Samuel has grown. Till that Eli is serving in the tent, right? ഇത് സംഭവിക്കുമ്പോൾ ശമൂവേൽ ബാലനായിരുന്നു. ശമൂവേൽ വളർന്ന് ദൈവത്തിന്റെ ദാസനായി തീരുന്നു. ആ സമയത്തൊക്കെ ശമൂവേൽ അതേ കൂടാരത്തിലുണ്ടായിരുന്നു. Eli is serving in the tent. അവിടെ ഏലി
ആ കൂടാരത്തിൽ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. But with having all these infirmities and all these things which hurts God, അവിടെ അവനറിയാം അവൻ ഏതെല്ലാം രീതിയിലാണ് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നത്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ കൂടാരത്തിൽ ദൈവത്തെ സേവിച്ചത്. and God didn't do anything. ദൈവം അവിടെ ഒന്നും ചെയ്തില്ല. But God's kindness was all throughout his life towards Eli. ദൈവത്തിന്റെ ദയ ഈ സമയങ്ങളിലൊക്കെ അവനോട് കൂടെ ഉണ്ടായിരുന്നു. Today, if after hearing this sermon you might be condemned, or you might feel, yeah, I'm too blind. If you think, ഇന്ന് നാം ഈ ദൈവിക സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും, എനിക്ക് ഒരു അന്ധത ബാധിച്ച ഒരു അന്ധനാണ്. but if you accept that you are blind, then God is kind towards you. നാം അത് ദൈവസന്നിധിയിൽ സ്വീകരിക്കുമെങ്കിൽ ദൈവം നമ്മളോട് കാരണമാണ്. You can experience his kindness. ആ നിശ്ചയമായി ആ ദൈവത്തിന്റെ ദയ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. No matter how many times I mess as a servant, no matter how many times I go astray, Christ shows kindness to me. ഞാൻ എത്ര പ്രാവശ്യം പിന്മാറ്റത്തിൽ പോയി, എത്ര പ്രാവശ്യം ദൈവത്തെ ദുഃഖിപ്പിച്ചു പ്രയാസപ്പെടുത്തി എന്നുള്ള ഒരു വിഷയമല്ല. ദൈവം നമ്മളോട് ദയ കാണിക്കുമ്പോൾ നാം അടുത്തു വരുമെന്ന് രക്ഷപ്പെടും. Okay, the end of Eli. അതിന്റെ ഏറ്റവും അവസാനത്തിൽ ലൈന് 4 verse 14. അതിന്റെ 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരംഭം എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടു വന്ന് ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണാൻ വഹിയാതെ വണ്ണം കണ്ണു മങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോർക്കളത്തിൽ Now see the word, how the word plays. In verse 3 verse 1, he was almost blind. മൂന്നാമത്തെ വാക്യത്തിൽ അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു എന്ന് വായിക്കുന്നു. And in verse 14, he says it's blind. He's blind. 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു അവന്റെ കണ്ണ് പൂർണ്ണമായി അന്ധമായി. So he has grown from almost blind, he has become blind. അവിടെ പൂർണ്ണമായി അവൻ കണ്ണ് കാണാത്തവനായി തീർന്നു. And he died there. അവൻ ആ വർത്തമാനം കേട്ട വീണ് അവൻ മരിക്കുകയാണ്. Today God is kind towards you and me. ഇന്ന് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് Not only you and me. Also those are preaching false doctrine. Those are preaching every bad thing. He's kind towards them. ദൈവം എല്ലാവരോടും തെറ്റായ കാര്യങ്ങൾ ഉപദേശിക്കുന്നവരോടും അന്യായം ചെയ്യുന്നവരൊക്കെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്, ദയ കാണിക്കുന്ന ദൈവമാണ്. But his kindness has end. It's my death or is Christ coming. എന്നാൽ ദൈവത്തിന്റെ ദയക്ക് ഓർത്തുകൊള്ളുക ഒരു അവസാനമുണ്ട്. നമ്മുടെ മരണത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിടുതലോട് കൂടെ ആയിരിക്കും. That's why Paul says, after preaching to everyone, if I am disqualified, then പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊണ്ടുവരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ ശരീരത്തെ So for me, the road is long for me. എനിക്ക് അവൻ എന്റെ മുമ്പിൽ ധാരാളം ആ വഴി മുമ്പോട്ടുണ്ട്. So I am preaching now. ഞാനിപ്പോൾ സംസാരിക്കുന്നു. I can become blind. I can become blind some years after. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ കണ്ണ് മങ്ങിയെന്നിരിക്കാം. But I should know that God is kind towards me, and I should come back to this as soon as I know that I am blind. ഞാൻ ഈ സത്യം മനസ്സിലാക്കണം. ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം. I can do nothing apart from me. ദൈവത്തെ വിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. I can do nothing apart from the Spirit. ആ ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ If the കഴിയില്ല. Spirit is not in me, I cannot see the word. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലില്ലെങ്കിൽ ദൈവവചനം എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. If the word is not in me, my family will doomed. എന്റെ വചനം എന്റെ ഉള്ളിലില്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു. And next step is the church which I am working in, it will be doomed. ഞാൻ മാത്രമല്ല, കുടുംബം മാത്രമല്ല, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയും തകർന്നു. But even at that instance, God is kind towards you and me. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ദൈവം നമ്മോട് കരുണ കാണിക്കുവാൻ He wants me to come back. ദൈവം ആഗ്രഹിക്കുന്നു, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു.
So with this word, I will bless you. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. വളരെ ശക്തമായ ഒരു ദൈവത്തിന്റെ വചനം. ആമേൻ. ആത്മീയ മെസ്സേജ് നാം രാത്രികാലം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭകളെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളെ ആമേൻ. ലോകത്തിൽ അവന്റെ ശുശ്രൂഷക്കാരായി അവൻ വിളിക്കപ്പെടുവാൻ, തിരഞ്ഞെടുക്കപ്പെടുവാൻ ആമേൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ അവന്റെ വേലക്കാരായി വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ഹല്ലേലൂയ ആമേൻ വചനം ദുർലഭമായി തീരുവാൻ കാരണമായ അന്ധതയ്ക്ക് അല്ലെങ്കിൽ എന്താണ് കാരണം കണ്ടുപിടിച്ച് ആമേൻ അവന്റെ ദയ ഹല്ലേലൂയ നമ്മളോടുള്ള പിന്നെയും വലുതാണ്. നാം അതിൽ ആശ്രയിച്ചു മടങ്ങി വരാം. നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എങ്ങനെയുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയുണ്ട്, അവർ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നോ ആമേൻ ദൈവവചനം വിട്ടുപോകുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. കർത്താവേനോട് കരുണ കാണിക്കണം, എന്റെ തലമുറയോട് കരുണ കാണിക്കണം. സ്തോത്രം സ്തോത്രം. എന്റെ ജനത്തിന്റെ ആവശ്യം മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ ഹന്നായുടെ കരച്ചിൽ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയാതെ പോയത് എന്റെ സഭയിലെ എന്റെ പ്രിയപ്പെട്ടവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ ദുഃഖം, അവരുടെ ഇല്ലായ്മ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ എന്റെ കണ്ണ് ഹല്ലേലൂയ മങ്ങലേ കർത്താവേ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ തലമുറയുടെ ഇറങ്ങിപ്പോക്ക് അവർ എന്നെ കളധികമായി നീ എന്നെ കളധികമായി തലമുറയെ സ്നേഹിച്ചു ബഹുമാനിച്ചു ആമേൻ. ദൈവം നമ്മെ കുറിച്ച് പറയുവാനിടയാകട്ടെ. ദൈവത്തെ കളധികമായി നമ്മുടെ തലമുറയെ മാനിക്കരുത്. ദൈവത്തെ കളധികമായി നമ്മ കുടുതനെ മാനിക്കരുത്. ദൈവത്തെ കളധികമായി ലോകത്തുള്ള യാതൊരു വ്യക്തികളെയും മാനിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം മാനിക്കുവാൻ ഹല്ലേലൂയ കണ്ണു മങ്ങാതെ വിളക്ക് കെട്ടുപോകാതെ ദൈവവചനത്തിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് സമ്പൂർണ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദി തുടങ്ങിയ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പിതാവേ, നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ ആലയത്തില് കടന്നു വരുവാൻ അല്പസമയം പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് മധ്യസ്ഥം ചെയ്യുവാൻ ദൈവം കുർബയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സഭകളെ ഉണർത്തുന്നതിനായി സ്തോത്രം. ആത്മാക്കളെ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, പുതിയ സമർപ്പണത്തോടും പുതിയ തീരുമാനത്തോടും ആമേൻ ഇനിയുള്ള ശിഷ്ടായുസ്സ് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിച്ച പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വിളക്ക് കെട്ടുപോകാതെ ആമേൻ വചനം ദുർലഭമായിരുന്ന പോലെ അങ്ങനെ ആകാതെ ആമേൻ ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് ദൈവത്തിന്റെ ദയയിൽ പിന്നെയും ആശ്രയിച്ച് മടങ്ങി വരുവാൻ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഭകളെയും ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം. ഈ ബലത്തോട് ശക്തിയോട് വായിക്കണം. നീ കർത്തദാസൻ അലക്സ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൾക്ക് സമ്പൂർണ്ണ വിടുതലും ആരോഗ്യം സൗഖ്യം സ്തോത്രം 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 സ്തോത്രം. ഈ സമയം വർദ്ധിപ്പിക്കണം. കടന്ന ദൈവാസന്മാരെല്ലാം സഹായിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ. ദൈവമേ, ഏൽപ്പിക്കുന്നു. സുരേഷ് പാസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ജോസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിവ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, സഹോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ഈ ബലത്തോടെ അയച്ചാട്ട് പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോട് പ്രാർത്ഥനയുടെ വിഷയങ്ങളും വിശേഷാൽ ഈ സഭയോടും ദേവദാസോടും കർത്താവിന്റെ രണ്ടാമത്തെ വരെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നടക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവർക്കും 18-ാം തീയതിയുള്ള നമ്മുടെ മീറ്റിംഗ് മറക്കരുത്.